പശ്ചിമേഷ്യയിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. ഇറാൻ മറുതലത്തിൽ, അമേരിക്ക, ഇസ്രയേൽ. പക്ഷെ നമ്മൾ പുറമേ കാണുന്നത് അത് ഇറാൻ ഒറ്റയ്ക്കാണെങ്കിലും മറ്റു പല രാജ്യങ്ങളും അവരുടേതായ താല്പര്യങ്ങൾ, പലതരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമാണ്. ഇറാൻ്റെ ഭാഗത്ത് അണിചേർന്നത് രഹസ്യമായിട്ട് ചൈനയും റഷ്യയാണ്. പ്രത്യേകമായിട്ട് റഷ്യ. സോവിയറ്റ് യൂണിയൻ്റെ കാലം തൊട്ട് ഇറാനെ 79കളിലൊക്കെ ഇറാനിയൻ റവല്യൂഷൻ വരുന്ന കാലത്ത്, ഇസ്ലാമിക റവല്യൂഷൻ വരുന്ന കാലത്തൂടെ സോവിയറ്റ് യൂണിയനാണ് കൊണ്ടു നടക്കുന്നത്. ഇന്ന് റഷ്യ ഇൻ്റലിജൻസ് കൊടുക്കുന്നു, അതായത് രഹസ്യാന്വേഷണം അവിടെ കൊണ്ട് പൊട്ടിച്ചോ ഇവിടെ കൊണ്ട് പൊട്ടിച്ചോ. ഇത്തരത്തിനുള്ള ഒരു സാഹചര്യത്തിൽ പല രാജ്യങ്ങൾക്കും ഇത് ഓണത്തിനിടയിലെ പൂട്ടുകച്ചവടമാണ്. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഈ വമ്പന്മാർ ശ്രമിക്കുന്നത് ചൈനയ്ക്കൊരു ടെസ്റ്റിംഗ് ഫീൽഡാണിത്. ടെസ്റ്റിംഗ് ഫീൽഡ്. ചൈന അവരുടെ ആയുധങ്ങൾ പാകിസ്ഥാന് പിടിച്ചോ, കൊണ്ടുപോയി അടിച്ചോ, ഫ്രീ ആയിട്ട് അടിച്ചോ. ഇറാനോട് പറയും എന്നാ സാധനം തന്നെ HQ-9 മിസൈൽ വേദം, അതായത് ഇവിടുത്തെ മറ്റേ അയൺ ഡോം അല്ലെങ്കിൽ അങ്ങനെയുള്ള മിസൈലിനെ പ്രതിരോധിക്കുന്ന ഈ ആകാശത്തെ പ്രതിരോധിക്കാനുള്ളത് HQ-9, അതല്ലെങ്കിൽ അവരുടെ വിമാനം യുദ്ധവിമാനമാണ് JC-10, JC-17 എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയുടെ നിന്ന് പേറ്റൻറ്റ് നിയമങ്ങൾ, ഇൻ്റലക്ച്വൽ ആക്ടിനെ ഇത് ചെയ്ത് കട്ടെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം ഏകദേശം വെച്ച് നമുക്കറിയാം ചൈനക്കാരൻ്റെ ആണോ എന്ന് നമ്മൾ നാട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സാധനം പൊട്ടിക്കുന്ന ഒരു പരീക്ഷണ കേന്ദ്രമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സേന അടിച്ച് മുന്നോട്ട് കയറിയിട്ട് അവസാനം നവാസ് ഷെരീഫിൻ്റെയും അസിം മുനീറിൻ്റെയൊക്കെ ജീവൻ വരെ പോകുമെന്ന തലത്തിലെത്തിപ്പിയാണ് ട്രംപിനോട് പറഞ്ഞൊന്ന് രക്ഷിക്കണം ഇവൻ, അല്ലെങ്കിൽ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞു. അവർ മാധ്യമരംഗത്ത് അവർക്ക് കുറേ മുന്നേറാൻ പറ്റും. കാരണം ഇപ്പോൾ നെത്തന്യാഹു മരിച്ചു, അബ്രഹാം ലിങ്കൺ ഇതേറ്റു. അപ്പോൾ ആ നവമാധ്യമങ്ങളിൽ ഇതിനെ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്കുണ്ട്. നവമാധ്യമങ്ങൾ വെർച്വൽ വേൾഡിൽ അവരിപ്പോൾ ഇന്ത്യ തോറ്റു എന്നൊക്കെ പറഞ്ഞ് റാഫേൽ അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ. പക്ഷേ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ രഹസ്യമായിട്ട് ഇസ്രയേലോ അമേരിക്കയോ ഈ യുദ്ധത്തിൽ പോലും ഉപയോഗിക്കുന്നുണ്ട് ഇറാനെതിരെ. അത് അതിൻ്റെ പേര് മാറ്റിയായിരിക്കും. ശബ്ദാതിവേഗ മിസൈലാണ്. പാകിസ്ഥാൻ പതറി. ഈ HQ-9 ഒന്നും പിടിക്കാൻ പറ്റിയില്ല, ബ്രഹ്മോസ് മിസൈലിനെ പിടിക്കാൻ പറ്റിയില്ല, അടിപതറി. പക്ഷേ വാർത്തകളിൽ നമ്മൾ കാണുന്നത്, പ്രത്യേകമായിട്ട് കേരള വാർത്തകളിലൊക്കെ ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കൊരു ചതുർത്ഥി വരെ. കാരണം അവർ കാശ് വാങ്ങിയിരിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നാണ്. അതല്ലെങ്കിൽ ഇറാൻ്റെ ഈ സ്ഥിതി എടുക്കണമെങ്കിൽ ഈ HQ-9 ഒക്കെ അവിടെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ ഒരു F-35 അടിച്ചു എന്ന് അമേരിക്ക ഇല്ലയെന്ന് പറയണില്ല. അത് ഒരു പക്ഷേ അടിച്ച് കാണണം എന്നാണ് എൻ്റെ ഇത്. അപ്പോൾ ഈ HQ-9 പ്രതിരോധ ശേഷി ചൈന പതറിയിരിക്കുകയാണ്. സാമ്പത്തികമായി അവർ പിന്നോട്ട്. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ വൈകാരികമായിട്ട് പറയാറില്ല, വാസ്തവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സത്യം പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ HQ-9 പ്രതിരോധ ശേഷിയിൽ വളരെ ചെറുതാണ്. ചൈന നോക്കിയിരിക്കുന്നത് അമേരിക്കയുടെ അസറ്റ്സ് ഇറാന് കൊടുത്തിരിക്കുന്ന ഈ HQ-9 അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച JC-10, JC-17 ഒക്കെ അടിച്ച് മുന്നേറാണെങ്കിൽ അവർക്ക് ഒരു മോഹമുണ്ട്. ആ തായ്വാൻ എന്ന ഇത്, ഞാൻ 2 ആഴ്ച മുമ്പ് തായ്വാനിലുണ്ടായിരുന്നു. തായ്പേ എയർപോർട്ടിൽ അവിടുത്തെ സിറ്റിയൊക്കെ ഇറങ്ങിയിരുന്നു. അവിടെ ആ ഭാഗം, ആ ഒരു ചെറിയൊരു ദ്വീപ്, പക്ഷെ അവർ വളരെ ജപ്പാനെ പോലെ ആ പ്രദേശത്തുള്ള ജപ്പാൻ, സൗത്ത് കൊറിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മുന്നോട്ടുള്ള രാജ്യങ്ങളാണ്, വളരെ വികസിതമായിട്ട് ചിന്തിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ തായ്വാനിൽ അവർ ഈ മറ്റേ ടെക്നോളജിയിലൊക്കെ NVIDIA പോലെയുള്ളത്, അതല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, ചിപ്പ് നിർമ്മാണത്തിലൊക്കെ വളരെ മുന്നിലാണ് ഈ തായ്വാൻ. ആ ഭാഗം പിടിച്ചെടുക്കണമെന്ന് വമ്പൻ ചൈനയ്ക്ക് ഇതുണ്ട്. പക്ഷെ അമേരിക്ക സംരക്ഷണം കൊടുക്കുകയാണ് ഈ തായ്വാനെ പറ്റിയുള്ള. തായ്വാൻ ഒറ്റപ്പെട്ട് നിൽക്കണം. അവരുടെ ജനത്തിൻ്റെ ആവശ്യം ചൈനയിൽ നിന്നും വേറിട്ട് നിൽക്കണം. ഈ ചൈനയുമായിട്ട് ചേരാൻ ആഗ്രഹമില്ല. അത് അവരുടെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ചൈന നോക്കുന്നത് അവരുടെ HQ-9 ഇറാനിലോ പാകിസ്ഥാനിലോ വർക്ക് ചെയ്യുന്നുണ്ടോ. ഇവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ മതത്തിൻ്റെ പേരിൽ അടി കൂടുന്നവരാണ്. ഇവന്മാർ പോയി പൊട്ടിച്ച് നോക്കാൻ ഇവന്മാർ ഉപയോഗിക്കും.
അപ്പോൾ ചൈന ഇത് എന്നാ പിടിച്ചോ ഇത് പൊട്ടിക്ക്, കലക്ക് കലക്ക്. അവർക്ക് കുറേ കഴിവുകളുണ്ട് കേട്ടോ. ഒരു വെള്ള കപ്പൽ കൊണ്ടിട്ടിട്ട് അമേരിക്കയുടെ കുറേ കാര്യങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇറാന്. അവിടെ കൊണ്ട് പൊട്ടിക്ക്. അതാണ് ബഹ്റിനിൽ പൊട്ടിയത്. ബഹ്റിനിലെ അമേരിക്കയുടെ നേവിയുടെ 5th ഫ്ലീറ്റാണ് അവിടെ. അപ്പോൾ ഇന്ന സ്ഥലത്ത് കൊണ്ട് പൊട്ടിക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ചൈനയും ഒപ്പം ചെറിയ തോതിൽ റഷ്യയാണ്. കാരണം റഷ്യ ഇപ്പോൾ വലിയ കാര്യമായിട്ട് ഇപ്പോൾ ട്രംപായിട്ട് അടുത്ത് നിൽക്കുകയാണ് റഷ്യ. ചെറിയ തോതിലുള്ള ഇൻ്റലിജൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം ചൈന ഓണത്തിനിടയിൽ ചെറിയൊരു പൂട്ടുകച്ചവടം. കാരണം അവരുടെ സാധനങ്ങൾ കയറുകയാണെങ്കിൽ അവർ JC-10 മാർക്കറ്റ് ചെയ്തു. അതായത് ഈ ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിൽ അത് ജയിച്ച് നിൽക്കുന്നു പറഞ്ഞാൽ അത് വെറും മാധ്യമ സൃഷ്ടിയായിരുന്നു. റാഫേലിനൊന്നും അടിച്ചിടാൻ പറ്റില്ല. കാരണം അതിന് ശേഷം ഇന്ത്യ വന്നിട്ട് വീണ്ടും റാഫേൽ ഓർഡർ ചെയ്തിരിക്കുകയാണ്. Su-57 ഇപ്പോൾ ഓർഡർ വരുമെന്നാണ് പറയുന്നത്, അത് റഷ്യയിൽ നിന്ന്. ഈ HQ-9 തോറ്റിരിക്കുന്നു. അവരുടെ വ്യോമ പ്രതിരോധ ശേഷി അമേരിക്കയ്ക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. കാരണം ഇത് ഈ ടെക്നോളജിയൊക്കെ കട്ടെടുത്ത് ഏകദേശം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അമേരിക്കനെ വെച്ചിട്ട്, അമേരിക്കയുടെ താടും ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ശക്തികൾക്ക് ചെറിയ ശക്തികൾ അടി കൂടുമ്പോൾ ഒരു രസം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ കയ്യിലുള്ളത് എന്താണെന്ന് പഠിക്കാം. HQ-9 ഒരു ഫ്ലോപ്പാണ്. അതിന് പകരം S-400, ഇപ്പോൾ S-500 വരുന്നുണ്ട്. മിസൈൽ ഈ നിങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഇതിൻ്റെ പേരുകൾ പറഞ്ഞാൽ ഇത് വ്യോമ മേഖലയെ പ്രതിരോധിക്കാനായിട്ടുള്ള ഇതാണ്, മിസൈൽ സിസ്റ്റമാണ്. ഈ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് ഉള്ള സിസ്റ്റമാണ് HQ-9 അല്ലെങ്കിൽ S-400, താഡ്, അങ്ങനെയുള്ള അയൺ ഡോമൊക്കെ പോലെ മിസൈൽ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ ശേഷി HQ-9 കഴിവില്ല. കാരണം അത് വെനുസ്വേലയിൽ നമ്മൾ കണ്ടു. വെനുസ്വേലയിലും ഇവരുടെ സാധനം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു HQ-9. അവിടെ 3 മണിക്കൂറിൽ അങ്ങോട്ട് പോയിട്ട് മധുരനെ, അവിടുത്തെ രാജ്യത്തെ രാജാവിനെ അല്ലെങ്കിൽ നേതാവിനെ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡൻറ്റിനെ പിടിച്ചു കൊണ്ടുവന്നു അമേരിക്ക. അപ്പം അതേ സ്ഥിതിയാണ് ഇറാനിൽ ഖമേനിനെ അലക്കി കളഞ്ഞു. HQ-9 ഒക്കെ എത്ര പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു ഇത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇനി തായ്വാന് എതിരെ അവർ 2027 കരുതി വെച്ചിരിക്കുന്ന ആ ഒരു ആക്രമണം നടത്തുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം അവരുടെ പ്ലാനിങ് അങ്ങനെയായിരുന്നു. പക്ഷെ അതിന് തുനിഞ്ഞാലേ ചൈനയ്ക്ക് ശക്തികളുണ്ട്, പലതരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്, അവരുടെ സാമ്പത്തിക രംഗം വളരെ വലുതായിട്ടുണ്ട്. പക്ഷേ തായ്വാനെ കയറിപ്പിടിച്ച് ആ ഒരു ദ്വീപിനെ അവരുടെ കൈക്കലാക്കാനായിട്ടുള്ള ഒരു പരീക്ഷണത്തിൽ അവർ വിജയിച്ചോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്ന ഒരു വിഷയം.